സീത ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും? അല്ലെങ്കിൽ ജാനകി ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതല്ല ഞാൻ പറഞ്ഞു, എനിക്ക് മാറ്റാൻ പറ്റുന്നത് എന്നെ മാത്രമാണ്. തീരുന്നില്ല നിങ്ങള് വെറുതെ കോൺട്രവേഴ്സി ഉണ്ടാക്കാനായിട്ട് ചോദിക്കണ്ടോ? അല്ലെങ്കിൽ എനിക്ക് ഇതിൽ വല്ല അധികാരം ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉത്തരം പറഞ്ഞിട്ട് കാര്യമായിട്ട് എന്താ പറയാ എന്ന് നടപ്പിലാകത്തില്ല. ആർക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഇവിടെ എന്ത് ആവാം എന്നൊരു രീതിയിലേക്കുള്ള ഒരു സിസ്റ്റം ഉണ്ടല്ലോ. അപ്പം കലാകാരനായിട്ടും അതിൽ ഇങ്ങനെ ലോക്കായിപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ശരിക്കും ഒരു ആർട്ടിസ്റ്റ് എന്നല്ലേ താങ്കൾക്ക് എപ്പോഴും ഫീൽ എന്താണ് ഫീൽ ചെയ്യുന്നത്? ജാനകി ബേസ് സ്റ്റേറ്റ് ഒക്കെ ഉള്ള ആ സിനിമയുടെ ജാനകി എന്ന പേര് കാരണം സിനിമ വെളിയിലോട്ട് ഇറങ്ങുന്നില്ല, സെൻസർ ബോർഡ് അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അവരോടല്ല സെൻസർ ബോർഡിനോടല്ലേ ചോദിക്കേണ്ടത്? അതെ, അപ്പൊ ഞാൻ എനിക്കത് ഇപ്പം ഒരു സിനിമ എന്ത് കാണണം എങ്ങനെ കാണണം എന്ന് തീരുമാനിക്കുന്നത് ഒരു ഒന്നോ രണ്ടോ പേരല്ലല്ലോ. ഒരു തിയേറ്റർ അല്ലെങ്കിൽ OTT പോലത്തെ പ്ലാറ്റ്ഫോംസിലൂടെ എല്ലാവരും എല്ലാ തരം സിനിമകളും കാണുന്നതാണ്. അപ്പോൾ ഒരു പേരിന്റെ പേരിൽ, ഒരു മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേരുണ്ട് അതുകൊണ്ട് ഈ സിനിമ വെളിയിൽ വിടരുത്, അല്ലെങ്കിൽ പേര് ജാനകി എന്നുള്ള പേര് ഏത് മതത്തിന്റെ പേരിലാണ്? സീതയുടെ പേരിലാണ്. അത് ഒരു സംസ്കാരമല്ലേ, ഒരു നാടിലത്തെ ഒരു വ്യക്തിയുടെ പേരായിരുന്നില്ലേ അത്? ഈ സീത ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും? അല്ലെങ്കിൽ ജാനകി ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള ക്യാരക്ടർ അല്ലേ? അല്ലെങ്കിൽ ഒരു ലൈഫ് ഓഫ് രാമ. ഹിന്ദു നദി സംസ്കാരം എന്നാണ് പറയുന്നത്, സംസ്കാരമാണ് ആക്ച്വലി. ജാതി മത വർഗ നിറ വ്യത്യാസമില്ലാതെ പറയേണ്ട കാര്യങ്ങൾ പറയാനായിട്ടുള്ള ഒരു കലാരൂപമാണ് സിനിമ. അപ്പൊ അതിന് പോലും ഇങ്ങനെ ഒരു വിലക്ക് വരുമ്പോ ഇതിപ്പോ നിങ്ങൾക്കറിയാം, ഞാനിവിടെ പറഞ്ഞത് കൊണ്ടും അവര് സെൻസർ തരാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല. നിങ്ങള് വെറുതെ കോൺട്രവേഴ്സി ഉണ്ടാക്കാനായിട്ട് ചോദിക്കണ്ടോ? അല്ലെങ്കിൽ എനിക്ക് ഇതിൽ വല്ല അധികാരം ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉത്തരം പറഞ്ഞിട്ട് കാര്യമായിട്ട് അതല്ല ഞാൻ പറഞ്ഞു, എനിക്ക് മാറ്റാൻ പറ്റുന്നത് എന്നെ മാത്രമാണ്. മറ്റുള്ളവരെ എനിക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ നമ്മൾക്ക് നമ്മളെ മാറ്റി മുന്നോട്ട് പോവാന്നുള്ളതാണ്. കാര്യങ്ങള് നമ്മൾക്ക് എല്ലാവർക്കും പറഞ്ഞാലും പറയാതെയും മനസ്സിലാവേണ്ട ആൾക്കാരാണ് അല്ലെ? നിങ്ങൾ തന്നെ ആദ്യം പറഞ്ഞു എന്നെ ഇങ്ങനെ കാണാനാണ് താല്പര്യം. അപ്പൊ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിലാവുന്നതും അതിന്റെ പേരിൽ തല്ലാവുന്നതും ഒക്കെ ഉണ്ടാക്കാതിരിക്കല്ലേ വേണ്ടത് ആക്ച്വലി. അതായത് കോൺട്രവേഴ്സികൾ ഉണ്ടാക്കി ആളുകളെ തമ്മിലടിപ്പിക്കാതിരിക്കുക എന്നുള്ളതും കൂടി ചെയ്യണം. നമ്മൾ ഒരു കാര്യം സംസാരിക്കേണ്ടതാണെങ്കിൽ സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക. ചില കാര്യങ്ങൾ അടക്കി സംസാരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് ചിലപ്പോൾ വരും തലമുറയ്ക്ക് പോലും കൺഫ്യൂഷൻസ് ഉണ്ടാക്കും ഇങ്ങനത്തെ സംസാരങ്ങൾ. പേരിന്റെ പേരിലൊക്കെ ഇങ്ങനെ നടക്കുമോ എന്ന് നമുക്ക് തന്നെ തോന്നി. കാരണം ഫ്യൂച്ചറായാലും നമുക്ക് സംഭവിക്കുന്നതാണല്ലോ. അതുകൊണ്ടാണ് ചോദിച്ചത്. പടത്തിനെ കുറിച്ച് എന്തെങ്കിലും